നമസ്കാരം. അവനവഞ്ചേരി മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹിസ്റ്ററി 2-ാം അധ്യായമാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയാണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നൺ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ്. നൺ അലൈൻഡ് മൂവ്മെൻറ്റ്, അതായത് ചേരി ചേരാ പ്രസ്ഥാനം. ഇവിടെ നമുക്ക് ആദ്യം എന്താണെന്ന് പഠിക്കാം. വാട്ട് ഈസ് നൺ അലൈൻഡ് മൂവ്മെൻറ്റ്? എന്താണ് ചേരി ചേരാ പ്രസ്ഥാനം? ഫോളോവിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. 2-ാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും നിരവധി രാജ്യങ്ങൾ പുതുതായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. They realized that the Cold War was yet another phase of imperialism and that it would threaten world peace. അവർക്ക് മനസ്സിലായി കോൾഡ് വാർ എന്നത്, ശീതസമരം എന്ന ഫിനോമിനൻ, അത് മറ്റൊരു തരത്തിലുള്ള സാമ്രാജ്യത്വമാണെന്നും അത് ലോക സമാധാനത്തിന് ഒരു വെല്ലുവിളിയാണെന്നും നവ സ്വതന്ത്ര രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ദ ലിബറേറ്റഡ് നേഷൻസ് ഡിസൈഡഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്സ് ആൻഡ് ഫോംഡ് ദ നൺ അലൈൻഡ് മൂവ്മെൻറ്റ്. അങ്ങനെ വന്നപ്പോൾ ഈ പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്സ്, ഒരു ചേരിയിലും ചേരണ്ട എന്ന് തീരുമാനിച്ചു. ആൻഡ് ഫോംഡ്, എന്നിട്ട് അവർ രൂപീകരിച്ചു നൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരികളിൽ ചേരാത്ത രാജ്യങ്ങളുടെ ഒരു പ്രസ്ഥാനം. അതിനെയാണ് നൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. They understood that the rise of superpowers for weapons and stronger military force would pose harm to them. അവർ മനസ്സിലാക്കിയത് ശാക്തിക രാജ്യങ്ങളുടെ മത്സരം, ആയുധങ്ങളും കൂടുതൽ സൈനിക ശക്തി ആർജിക്കുന്നതിനും വേണ്ടിയുള്ള മത്സരം അവർക്ക് അല്ലെങ്കിൽ നവസ്വതന്ത്ര രാജ്യങ്ങൾക്ക് ഹാനികരമായി തീരും എന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ they realized that only a world sans wars and conflicts accelerates economic and social development. അപ്പോൾ പുതുതായി സ്വാതന്ത്ര്യം നേടിയ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു പുതിയ ലോകം. എങ്ങനെയുള്ള ലോകം? അതായത് കോൺഫ്ലിക്റ്റുകളില്ലാത്ത, തർക്കങ്ങളില്ലാത്ത, മത്സരമില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു ലോകം ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു ലോകത്തിന് മാത്രമേ എക്കോണമിക്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച നേടിയെടുക്കാനായിട്ട് സാധിക്കൂ എന്നവർ തിരിച്ചറിഞ്ഞു. The idea of non-aligned movement was mooted at the meeting held Bandung in Indonesia in 1955. ചേരിചേരാ പ്രസ്ഥാനം എന്നൊരാശയം മുന്നോട്ട് വെച്ചത് 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സമ്മേളനത്തിലാണ്. The first conference of the non-aligned countries was held in Belgrade in 1961. നൺ അലൈൻഡ് കൺട്രീസിൻ്റെ, ചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡ് എന്ന സ്ഥലത്താണ്. 1961 ആ സമ്മേളനം നടന്നത്. 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നൺ അലൈൻഡ് മൂവ്മെൻറ്റിന്, ചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം 1955 ബാന്തൂങ് സമ്മേളനമാണ്. അതുപോലെ ആദ്യത്തെ ചേരിചേരാ സമ്മേളനം നടന്നത് ബെൽഗ്രേഡ് എന്ന സ്ഥലത്താണ് 1961. Non-alignment doesn't mean to keep
aloof from world affairs. Rather, it is to face any issues we confront. Jawaharlal Nehru said, indicating the objectives of the movement. അതായത് ഈ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്, നൺ അലൈൻമെൻറ്റ് ഡസൻറ്റ് മീൻ, നൺ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ചേരായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഇനി പറയുന്നതല്ല അർത്ഥമാക്കുന്നത്, കീപ് എലൂഫ് ഫ്രം വേൾഡ് അഫയേഴ്സ്, ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക എന്നതല്ല അർത്ഥമാക്കുന്നത്. റാദർ ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കോൺഫ്രണ്ട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ഇഷ്യൂസിനെയും അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും നിരവധി കോളനികൾ പുതുതായി സ്വാതന്ത്ര്യം നേടിയ കോളനികൾ അല്ലെങ്കിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾ മുതലാളിത്ത ചേരിയായ അല്ലെങ്കിൽ അമേരിക്കൻ നിയന്ത്രിത ചേരിയിലോ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലോ ചേരുവാൻ ആഗ്രഹിച്ചില്ല. അവർ ചേരികളിൽ ചേരാതെ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ചേരികളിൽ ചേരാതെ നിന്ന രാജ്യങ്ങളാണ് ചേരാ രാജ്യങ്ങൾ, നൺ അലൈൻഡ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഇനി ഹൂ വേർ ദ ലീഡേഴ്സ് ഓഫ് ദിസ് മൂവ്മെന്റ്, ഈ മൂവ്മെന്റിന്റെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങൾ ഏതൊക്കെ ലോക നേതാക്കന്മാരുടേതായിരുന്നു എന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, ജവഹർലാൽ നെഹ്റു, ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ആള് ഗമാൽ അബ്ദുൽ നാസർ, അദ്ദേഹം ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. ഗമാൽ അബ്ദുൽ നാസർ ഓഫ് ഈജിപ്ത്. അടുത്തത് യുഗോസ്ലേവിയയുടെ നേതാവ് മാർഷൽ ടിറ്റോ, മാർഷൽ ടിറ്റോ. അവസാനത്തെ ആൾ ഇന്തോനേഷ്യയുടെ അഹമ്മദ് സുക്കാർണോ എന്ന നേതാവാണ്. ഈ 4 പേരാണ് നൺ അലൈൻഡ് മൂവ്മെന്റിന് പിന്നിൽ പ്രവർത്തിച്ചവർ. ജവഹർലാൽ നെഹ്റു ഓഫ് ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഓഫ് ഈജിപ്ത്, മാർഷൽ ടിറ്റോ ഓഫ് യുഗോസ്ലേവിയ ആൻഡ് അഹമ്മദ് സുക്കാർണോ ഓഫ് ഇന്തോനേഷ്യ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വെസ്റ്റ് ഏഷ്യയിലെ ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പാലസ്തീൻ പ്രശ്നം അല്ലെങ്കിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അതാണ് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് വെസ്റ്റ് ഏഷ്യ എന്ന ഭാഗം പഠിക്കാം. ഇതിൽ പഠിക്കാം, until the First World War, the territory including Palestine was part of the Turkish Empire. അതായത് നമ്മൾ പാലസ്തീനെ കുറിച്ചും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. അവർ തമ്മിൽ ഒരു വലിയ വിഷയമുണ്ട്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ശ്രദ്ധയോടെ മനസ്സിലാക്കുക. Until the First World War, the territory including Palestine was part of the Turkish Empire. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധാവസാനം വരെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആസ് ടർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദ വാർ, പക്ഷേ ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടപ്പോൾ, ആസ് ടർക്കി വാസ് ഡിഫീറ്റഡ് ഇൻ ദ വാർ, ബ്രിട്ടൻ ടുക്ക് ഓവർ ദ റീജിയൻ. ഈ പ്രദേശങ്ങൾ ആര് കൊണ്ടുപോയി? ബ്രിട്ടൻ കൊണ്ടുപോയി. ഒരിക്കൽ കൂടി, തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി സാമ്രാജ്യം പരാജയപ്പെട്ടപ്പോൾ ഈ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വിജയിച്ച ബ്രിട്ടൻ കൊണ്ടുപോയി. സിൻസ് ദ ജ്യൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ ഇൻ ദ വാർ, the then British Foreign Secretary Arthur
Balfour declared the establishment of a Jewish nation in West Asia as a reward. ഇനി യുദ്ധസമയത്ത് ജൂതന്മാര് ബ്രിട്ടനെ സഹായിച്ചിരുന്നു. യുദ്ധസമയത്ത് ജൂതവംശജർ ബ്രിട്ടനെ സഹായിച്ചിരുന്നു. അങ്ങനെ സഹായിച്ച സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന, വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൾഫർ ഈ ജൂതന്മാർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു. അതായത് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാം, ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കി തരാമെന്ന്, വെസ്റ്റ് ഏഷ്യയിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാമെന്ന് ആർതർ ബാൾഫർ ജൂതന്മാർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനെ ഇറ്റ് ഈസ് നോൺ ആസ് ബാൾഫർ ഡിക്ലറേഷൻ. ഇതിനെ ബാൾഫർ പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി, until the First World War, the territory including Palestine was part of the Turkish Empire. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അവസാനം വരെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുകയും ബ്രിട്ടൻ വിജയിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടൻ കൈവശപ്പെടുത്തുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതന്മാർ ബ്രിട്ടനെ സഹായിച്ചിരുന്നു. ആ സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൾഫർ ഈ ജൂതന്മാർക്ക് ഒരു പ്രോമിസ് നൽകിയിരുന്നു, അല്ലെങ്കിൽ ആ സഹായത്തിന് പകരമായി നിങ്ങൾക്ക് വെസ്റ്റ് ഏഷ്യയിൽ ഒരു ജൂതരാഷ്ട്രം നൽകാം എന്ന് ആർതർ ബാൾഫർ പ്രഖ്യാപിച്ചിരുന്നു. ബാൾഫറുടെ ഈ പ്രഖ്യാപനം ബാൾഫർ ഡിക്ലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പാരഗ്രാഫിൽ സംശയങ്ങളില്ല എന്ന് കരുതുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക്. സിയോണിസം ഈസ് an international movement with an objective of the establishment of a homeland for the Jews. ജൂതന്മാർക്ക് ഒരു മാതൃരാജ്യം വേണം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായൊരു രാഷ്ട്രം വേണം എന്ന ലക്ഷ്യവുമായി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിയോണിസം. ഇനി ജൂതന്മാരെ, വി ആൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ അസാൾട്ട് ആൻഡ് ക്രൂവൽറ്റി ഓഫ് ഹിറ്റ്ലർ ടുവേഴ്സ് ദ ജൂസ്. ജൂതന്മാർക്ക് നേരെ ഹിറ്റ്ലർ കാണിച്ചിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. ദിസ് ഇൻറ്റൻസിഫൈഡ് ദ ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് ജൂയിഷ് സ്റ്റേറ്റ്. ഈ ഹിറ്റ്ലറുടെ അടിച്ചമർത്തൽ ഭരണം, അല്ലെങ്കിൽ ഹിറ്റ്ലർ ജൂതന്മാർക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾ, ക്രൂരതകൾ, ഈ പ്രത്യേകിച്ചൊരു ജൂതരാഷ്ട്രം വേണമെന്ന ആഗ്രഹത്തെ, അവരുടെ ആവശ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. 1948 ആയപ്പോൾ, ഇൻ 1948 ദ നേഷൻ ഇസ്രായേൽ വാസ് ഫോംഡ്. 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നു. കോൺസിക്വൻ്റ്ലി many wars broke out between Israel and the Arab nations. മധ്യേഷ്യയിലാണ് ഈ രാജ്യം രൂപീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായും അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ കണ്ടിന്യൂസ് യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ ഭീതി പലപ്പോഴും ഇസ്രായേലിനെ വേട്ടയാടി. ഇസ്രായേൽ സീസ്ഡ് പാലസ്തീൻ, എക്സ്പെല്ലിംഗ് ദ പാലസ്തീനിയൻസ് ഫ്രം ദെയർ ഹോംലാൻഡ്. പിന്നീട് ഇസ്രായേൽ പാലസ്തീൻ പിടിച്ചെടുത്തു ആൻഡ് എക്സ്പെല്ലിംഗ്, പുറത്താക്കി, പാലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി. ദ പാലസ്തീനിയൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ് കൺട്രീസ്. പാലസ്തീനികളായ റെഫ്യൂജികൾ, പാലസ്തീനികളായ അഭയാർത്ഥികൾ വിവിധങ്ങളായ അറബ് രാഷ്ട്രങ്ങളിൽ അഭയാർത്ഥികളായി എത്തി. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, with an objective of establishing a nation for the Palestinians, a movement called the Palestine Liberation Organization was formed with Yasser Arafat as the president. ഈ സമയത്താണ് പാലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ പാലസ്തീനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രസിഡന്റ് യാസർ അറാഫത്ത് എന്ന ആളാണ്. അപ്പോൾ PLOയുടെ ഫൗണ്ടറും പ്രസിഡന്റുമൊക്കെ യാസർ അറാഫത്ത് ആയിരുന്നു. ആഫ്റ്റർ എ സീരീസ് ഓഫ് ബ്ലഡ് ഷെഡ്സ് ആൻഡ് മസാക്കേഴ്സ്,
തുടർച്ചയായ രക്തച്ചൊരിച്ചിലുകൾക്കും കൂട്ടക്കുരുതികൾക്കും ശേഷം ഇസ്രായേൽ അഗ്രീഡ് ഇൻ പ്രിൻസിപ്പിൾ ടു റെക്കഗ്നൈസ് പാലസ്തീൻ ആസ് എ ഫ്രീ നേഷൻ. ഇസ്രായേൽ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു, അല്ലെങ്കിൽ അംഗീകരിക്കാൻ നിർബന്ധിതരായി. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണമാണ് ദിസ് എഗ്രിമെന്റ് മീഡിയേറ്റഡ് ബൈ ദ US ഈസ് കാൾഡ് ദ ഓസ്ലോ പാക്ട് ഇൻ 1993. അതായത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 1993 ഒപ്പുവെച്ച ഓസ്ലോ പാക്ട്, ഓസ്ലോ കരാർ അനുസരിച്ചാണ് ഇസ്രായേൽ പാലസ്തീനിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത്. ബട്ട് ദ പ്രൊവിഷൻസ് ഇൻ ദ പാക്ട് ആർ യെറ്റ് ഇംപ്ലിമെന്റഡ്. പക്ഷേ ഇപ്പോഴും ആ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പലതും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. വ്യവസ്ഥകളെല്ലാം നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സിയോണിസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു എസ്റ്റാബ്ലിഷ് എ ജൂവിഷ് സ്റ്റേറ്റ്. ജൂത സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന്, ജൂതരാഷ്ട്രം, സാമ്രാജ്യമല്ല സ്റ്റേറ്റ്, ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് സിയോണിസം. The idea of establishing a Jewish homeland was first muted by the writer Theodor Herzl. അതായത് ജൂതന്മാർക്ക് ഒരു സ്വന്തം രാഷ്ട്രമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എഴുത്തുകാരനായ തിയോഡർ ഹെർസലാണ്. He proposed this idea of Jewish homeland in his book The Jewish State. ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ ആശയം കൊണ്ടുവന്നത്. അതിലെല്ലാ കാര്യമൊന്നും ഓർക്കണമെന്നില്ല. സിയോണിസം എന്ന വാക്ക് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് ദാറ്റ് വാസ് ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു എസ്റ്റാബ്ലിഷ് എ ജൂയിഷ് സ്റ്റേറ്റ്. അടുത്തത് ഓയിൽ ആസ് എ പൊളിറ്റിക്കൽ വെപ്പൺ എന്നുള്ളതാണ്. അതിൽ വെസ്റ്റ് ഏഷ്യ ഹോൾഡ്സ് ഹാഫ് ഓഫ് ദ വേൾഡ്സ് ടോട്ടൽ ഓയിൽ റിസർവ്സ്. വെസ്റ്റ് ഏഷ്യയിലാണ് ലോകത്തിൻ്റെ എണ്ണ ശേഖരത്തിൻ്റെ പകുതിയും ഉള്ളത്. ഫോളോവിങ് ദ അറബ് ഇസ്രായേലി വാർ, അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ആൻ ഓർഗനൈസേഷനെ ഒപ്പക് എന്നാണ് അതിൻ്റെ പേര്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ ഓഫ് ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് വാസ് ഫോംഡ്. അറബ് നേഷൻസ് യൂസ്ഡ് ഓയിൽ എക്സ്പോർട്ട് ആസ് എ സ്ട്രാറ്റജി ടു റിസോൾവ് പാലസ്തീൻ ഇഷ്യൂ. പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു തന്ത്രമായാണ് അറബ് രാജ്യങ്ങൾ ഈ ഓയിൽ ഇഷ്യൂവിനെ കണ്ടത്. ദേ എക്സിക്യൂട്ടഡ് ദിസ് സ്ട്രാറ്റജി ബൈ റെഡ്യൂസിങ് ഓയിൽ പ്രൊഡക്ഷൻ ആൻഡ് ഹൈക്കിംഗ് ദ പ്രൈസ്. അവരെന്താ ചെയ്തത്? അവർ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ഓയിലിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അവർ മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ പരിധിക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന ഭാഗമാണ്. അടുത്ത് പഠിക്കാനുള്ളത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ എന്ന ഭാഗം. സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇൻറ്റഗ്രേഷൻ, ശിഥിലീകരണം. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം. സോവിയറ്റ് യൂണിയൻ എന്നതാണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉള്ളതാണ്, യൂണിറ്റി ഉള്ളതാണ്, ഒരുമിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണമാണ് പഠിക്കാനായിട്ട്. 1991 സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം സംഭവിച്ചു. ഒരുപക്ഷെ it was one of the significant events in the last decade of the 20th century. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ കാരണങ്ങളാണ്. വാട്ട് ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നോക്കാം. ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായേൽ ഗോർബച്ചേവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഭരണ നയങ്ങൾ, ഭരണമാണ് അദ്ദേഹം ആവിഷ്കരിച്ച ചില പരിഷ്കാരങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുള്ള ഒരു പ്രധാന കാരണം. ആ രണ്ട് ഭരണ പരിഷ്കാരങ്ങളെ ഗ്ലാസ്നോസ്ത് എന്നും പെരിസ്ട്രോയിക്ക എന്നുമാണ് അറിയുന്നത്. ഗ്ലാസ്നോസ്ത് ആൻഡ് പെരിസ്ട്രോയിക്ക. The administrative measures of Mikhail Gorbachev that were named as Glasnost and Perestroika. അടുത്തത് deviation from the basic principles of socialism. Deviation from the basic principles of socialism. സോഷ്യലിസത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, സോഷ്യലിസത്തിന്റെ യഥാർത്ഥ തത്വങ്ങളിൽ നിന്നുള്ള
വ്യതിചലനം, അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. 3. കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ കറപ്ഷൻ, അഴിമതി, ഇൻഎഫിഷ്യൻസി, കാര്യശേഷിയില്ലായ്മ, കഴിവില്ലായ്മ. അഴിമതിയും കഴിവില്ലായ്മയും ബ്യൂറോക്രസിയുടെ ഭരണവൃന്ദത്തിൽ. ലാസ്റ്റ് വൺ, ഫെയിലുവർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദി ചേഞ്ചസ് ഇൻ ഇക്കോണമിക് സെക്ടർ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാമ്പത്തിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടത്. സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായ പരാജയം. These were the major causes for the disintegration of the Soviet Union. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനുള്ള ശിഥിലീകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. With the resignation of Gorbachev as president in 1991, Soviet Union formally ceased to exist. Naturally, this ended Cold War. അതായത് 1991 ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുന്നു. അതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയാവും. സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുമ്പോഴത്തേക്ക് സ്വാഭാവികമായും കോൾഡ് വാർ ഇല്ലാതായി. കാരണം രണ്ട് ചേരികൾ തമ്മിലാണ് കോൾഡ് വാർ. ക്യാപിറ്റാലിസ്റ്റ് ബ്ലോക്കും സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. അപ്പൊ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇല്ലാതെയാകുമ്പോൾ പിന്നെ കോൾഡ് വാർ. The disintegration of the Soviet Union had a wide impact on international relations. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിശാലമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുവാൻ ഈ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് കാരണമായി. A unipolar world has emerged under the leadership of USA in the place of bipolar. ബൈപോളാർ വേൾഡിന്റെ സ്ഥാനത്ത് യൂണിപോളാർ വേൾഡ് ഉണ്ടായി. ഇരുധ്രുവ ലോകമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു ചേരി, അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റൊരു ചേരി. സോവിയറ്റ് യൂണിയൻ ശിഥിലമായി, ബൈപോളാർ വേൾഡ് ഇല്ലാതെയായി. ഇപ്പോ യൂണിപോളാർ വേൾഡായി. ഏക ധ്രുവലോകം, അമേരിക്ക മാത്രം. ലോകത്തിന്റെ ഏറ്റവും ശക്തിക രാജ്യമായി അമേരിക്ക മാറുന്ന കാലം 1991 ശേഷമുള്ള കാലം യൂണിപോളാർ വേൾഡ് എന്നല്ല, ബൈപോളാർ വേൾഡ് എന്നല്ല, യൂണിപോളാർ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഏക ധ്രുവ ലോകം എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അത് അമേരിക്കൻ ഡൊമിനൻസിന്റെ കാലം ആയിരുന്നു, അമേരിക്കൻ മേധാവിത്വത്തിന്റെ കാലം ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് പഠിക്കാം യൂണിപോളാർ വേൾഡ് ഓർ ദ ഏജ് ഓഫ് അമേരിക്കൻ ഡൊമിനൻസ്. ശ്രദ്ധിക്കുക, അമേരിക്ക emerged as a global power and
ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിന്റെ പേരിലാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. The military alliance of America and Britain attacked Iraq. അമേരിക്കയിലെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ഇറാഖിനെ ആക്രമിക്കുന്നു and emancipated കുവൈറ്റിനെ മോചിപ്പിച്ചു. The war was the outbreak of the disputes over dominance of regulating petroleum products. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേധാവിത്വം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു അതിന്റെയൊക്കെ പേരിലാണ് ഈ യുദ്ധം ഉണ്ടായത്. എന്തായാലും 1991-ലും 2003-ലും മധ്യേഷ്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് ഗൾഫ് വാർസ് എന്നറിയുന്നത്. പിന്നെ നമ്മൾ അതിന് മുകളിലെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ഗ്ലാസ്നോസ്ത് എന്നും പെരിസ്ട്രോയിക്ക എന്നൊരു വാക്കുകൾ പറഞ്ഞു. ഗ്ലാസ്നോസ്ത് എന്നതും പെരിസ്ട്രോയിക്ക എന്നതും ഗോർബച്ചേവിന്റെ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ്, ഭരണ പരിഷ്കാരങ്ങളാണ്. Glasnost was to implement openness in political process. രാഷ്ട്രീയ മേഖലയിൽ ഒരു തുറന്ന നയമാണ് ഗ്ലാസ്നോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കിയത്. അതായത് സിവിൽ റൈറ്റുകൾ ഒക്കെ അല്ലെങ്കിൽ മീഡിയയ്ക്കൊക്കെ കൂടുതൽ മീഡിയയ്ക്ക് ഫ്രീഡം കൊടുക്കുകയും മനുഷ്യ അവകാശങ്ങൾ കൂടുതലാക്കുകയൊക്കെ ചെയ്തതാണ്. പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സെക്ടറിൽ അല്ലെങ്കിൽ എക്കോണമിക് സെക്ടറിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്ടറിൽ കൊണ്ടുവന്നത് ഗ്ലാസ്നോസ്റ്റ് എന്നും എക്കോണമിക് സെക്ടറിൽ കൊണ്ടുവന്ന പരിഷ്കാരം പെരിസ്ട്രോയിക്ക എന്നും അറിയുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാം നിയോ ഇമ്പീരിയലിസം, നവ സാമ്രാജ്യത്വം. എന്താണ് നിയോ ഇമ്പീരിയലിസം അല്ലെങ്കിൽ നവ സാമ്രാജ്യത്വം? ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് എ ന്യൂ കൈൻഡ് ഓഫ് ഇമ്പീരിയലിസം എമർജ്ഡ്. രണ്ടാം ലോക യുദ്ധാനന്തരം ഒരു പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വം ആവിർഭവിച്ചു. മൾട്ടിനാഷണൽ കമ്പനീസ് which are registered in a country and functioning in many countries began to interfere in the economic, social and cultural sectors of the latter for serving the interest of the capitalist countries. Multinational companies which are registered in a country, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത മൾട്ടിനാഷണൽ കമ്പനികൾ ആൻഡ് ഫങ്ഷനിങ് ഇൻ മെനി കൺട്രീസ്, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യും, ഒരുപാട് രാജ്യങ്ങളിൽ പ്രവർത്തിക്കും. അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ബിഗാൻ ടു ഇൻ്റർഫിയർ ഇൻ ദ എക്കോണമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ ലേറ്റ്. അതായത് അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സ്വാധീനം ചെലുത്തുവാൻ, ഇടപെടുവാൻ തുടങ്ങി. അതെന്തിനു വേണ്ടിയിട്ടാണ്? സെർവിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, മുതലാളിത്ത രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. മുതലാളിത്ത രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളുടെ എക്കോണമിക്, സോഷ്യൽ, കൾച്ചറൽ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടുവാൻ തുടങ്ങി. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, അവയെയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറയുക. ഈ പ്രോസസ്, ദിസ് ഈസ് നോൺ ആസ് നിയോ ഇമ്പീരിയലിസം. ഈ പ്രക്രിയയ്ക്കാണ് നിയോ ഇമ്പീരിയലിസം, നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് എ ന്യൂ കൈൻഡ് ഓഫ് ഇമ്പീരിയലിസം എമർജ്ഡ്. Multinational companies which are registered in a country and functioning in many countries began to interfere in the economic, social and cultural sectors of the latter for serving the interests of the capitalist countries. It is known as neo-imperialism. ഒന്നാം ലോക യുദ്ധാനന്തരം ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ സാധാരണ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഒക്കെ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടുവാൻ തുടങ്ങി, മുതലാളിത്ത രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ. ഇതിനെയാണ് നിയോ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. The multinational companies competed with one another to control the resources and assets of the third world countries. മൂന്നാം ലോക രാജ്യങ്ങളുടെ അസറ്റ്സ്, അതുപോലെ റിസോഴ്സസ്, വിഭവങ്ങളും ആസ്തിയുമൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ പരസ്പരം മത്സരിച്ചു. ദ പ്രൊമോട്ടഡ് കൺസ്യൂമറിസം ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസ് ടു സെൽ ദെയർ പ്രോഡക്ട്സ്. അവർ കൺസ്യൂമറിസം പ്രചരിപ്പിച്ചു, അതായത് ഉപഭോക്തൃ സംസ്കാരം,
വാങ്ങി ഉപയോഗിക്കുക എന്നൊരു സംസ്കാരം ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു. ഡെവലപ്പിംഗ് നാഷൻസ് വെയർ കൺസിഡേർഡ് ആസ് ദ മാർക്കറ്റ്സ് ഫോർ ദ മൾട്ടിനാഷണൽ കമ്പനീസ്. ഡെവലപ്പിംഗ് നാഷൻസിനെ, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ എന്ന് മലയാളം, വികസ്വര രാജ്യങ്ങളെ തങ്ങളുടെ മാർക്കറ്റുകളായി ഇവർ കണ്ടു. ഇൻഫാക്ട് ദ പ്രോഡക്ട്സ് ഓഫ് ഡെവലപ്ഡ് നാഷൻസ് സ്റ്റാർട്ടഡ് റീച്ചിങ് ഈവൻ ദ വില്ലേജസ് ഓഫ് ഡെവലപ്പിംഗ് നാഷൻസ്. ഇങ്ങനെയുള്ള വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമാന്തരങ്ങളിൽ പോലും ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേർന്നു. ഡ്യൂ ടു ദ പ്രഷർ ഫ്രം മൾട്ടിനാഷണൽ പ്രോഡക്ട്സ് ആൻഡ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ദ എക്കോണമി ഓഫ് മെനി കൺട്രീസ് സ്റ്റാർട്ടഡ് ടു കൊളാപ്സ്. ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രഷർ കാരണം, അതുപോലെ അവരുടെ വിപണന തന്ത്രങ്ങൾ കാരണവും നിരവധി രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൊളാപ്സ് ആവുന്ന അവസ്ഥയുണ്ടായി. ദെൻ നിയോ ഇമ്പീരിയലിസം കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ന്യൂ എക്കോണമിക് പോളിസി ആണ്. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആർ ദ കോൺസെപ്റ്റ്സ് ഓഫ് ന്യൂ ഇമ്പീരിയലിസം. ഈ ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ കോൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇവ ഓരോന്നും. എന്താണ് ഇത് ഓരോന്നും എന്ന് നോക്കാം. ആദ്യം ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രോഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലേക്ക് മൾട്ടിനാഷണൽ പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ ലിബറൽ റെഗുലേഷൻസും ടാക്സേഷൻ സിസ്റ്റവും കൊണ്ടുവരുന്നതിനെയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രൈവറ്റൈസേഷൻ ആണ്. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളെ പ്രൈവറ്റൈസ് ചെയ്യും. മൂന്നാമത്തേത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. എക്കോണമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ എക്കോണമി. ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ലിങ്ക് ചെയ്യുന്നു. 2, ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദ ഇന്റർനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെയുള്ള ഇന്റർനാഷണൽ കമ്പനികളുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും മാത്രം സംരക്ഷിക്കും. 3, കോമ്പറ്റീഷൻ ഡ്രൈവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് മത്സര വിപണി, കോമ്പറ്റീഷൻ ഡ്രൈവൺ മാർക്കറ്റ്, വിപണി മത്സരം. 4, ട്രാൻസ് ബോർഡർ ഫ്ലോ ഓഫ് പ്രോഡക്ട്സ്, സർവീസസ്, റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഫെസിലിറ്റേറ്റഡ്. ട്രാൻസ് ബോർഡർ ഫ്ലോ, അതിർത്തി കടന്നുള്ള ഒഴുക്ക്, ഉൽപ്പന്നങ്ങളുടെ, സേവനങ്ങളുടെ, അസംസ്കൃത വസ്തുക്കളുടെ, മൂലധനത്തിൻ്റെ, ഏറ്റവും ആധുനികമായ ടെക്നോളജിയുടെ, എല്ലാത്തിനുമപ്പുറം മനുഷ്യ വിഭവശേഷിയുടെ ഒക്കെ അതിരു കടന്നുള്ള, അതായത് മറ്റൊരു രാജ്യത്തിലേക്കുള്ള ഒഴുക്ക് ഉള്ളതാക്കി തീർത്തു, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. സ്വാഭാവികമായും ഇത് ലോകത്താകമാനമുള്ള കച്ചവട മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് സച്ച് എസ് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എക്സെട്ര ആർ devising and executing various policies in favor of globalization. ഗ്ലോബലൈസേഷനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ലോക ബാങ്ക് ആവട്ടെ, അന്താരാഷ്ട്ര നാണയനിധി ആവട്ടെ, ലോക വ്യാപാര സംഘടനയാവട്ടെ, ഇവരൊക്കെ നിരവധി നിയമങ്ങളൊക്കെ നിർമ്മിച്ചു. ഗ്ലോബലൈസേഷൻ ഓപ്പൺഡ് അപ്പ് മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് അറൗണ്ട് ദ വേൾഡ്. ലോകത്തെ ധാരാളം അവസരങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഗ്ലോബലൈസേഷൻ. The transfer of goods, products and services beyond the boundaries and the dissemination of information technology shaped the concept of global village. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്നൊരു ആശയം ഉണ്ടായി വന്നു, അല്ലെങ്കിൽ ആഗോള ഗ്രാമം എന്നൊരു ചിന്തയുണ്ടായി വന്നു. അതായത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം, പിന്നെ സാധനങ്ങളുടെ, സേവനങ്ങളുടെ ഒക്കെ കൈമാറ്റം, അതിർത്തികൾക്കപ്പുറത്തേക്കുള്ള കൈമാറ്റം എളുപ്പമായപ്പോൾ ലോകം ഒരു ഗ്രാമമായി മാറി എന്നർത്ഥം. അതിനാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുക. ഹൗവർ ഗ്ലോബലൈസേഷൻ പോസ്ഡ് സം ചലഞ്ചസ് ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ്. എന്തായാലും ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ അത് ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ചലഞ്ചസ് നൽകുന്നത് കൂടിയാണ്. അതെന്താണെന്ന് കൂടി പറയാം. ഒന്ന്,
The intervention of multinational companies challenged the concept of nation state. അതായത് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന ഒരു കോൺസെപ്റ്റിന് ചലഞ്ചസ് ഉണ്ടാക്കുന്നതായി തീർന്നു ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവ്. ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനിയസ് കൾച്ചർ. തദ്ദേശീയമായ സംസ്കാരം അധപ്പതിക്കുന്നതിന് കാരണമായി. പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് പ്ലഞ്ച്ഡ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വെയർ ഡിസ്ട്രോയിഡ്. പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലാതെയായി. ഗവൺമെൻറ് വിഡ്രൂ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. സാമൂഹിക സേവന മേഖലയിൽ നിന്ന് ഗവൺമെൻറ്റുകൾ പിറകോട്ട് പോയി. നാച്ചുറൽ റിസോഴ്സസ് വെയർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ അമിതമായി കൊള്ളയടിച്ചു. ഇതൊക്കെയാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്ന് പറയുന്നത്.